ഇങ്ങനെ കഴിക്കുമ്പോ തന്നെ അതങ്ങ് തീരും. കൂട്ടുകാരി, കല്യാണ സദ്യക്ക് പൈനാപ്പിൾ വെച്ചുണ്ടാക്കുന്ന ഒരു കൂട്ടുണ്ട്. ആ കൂട്ട് കുറച്ചേ കിട്ടും, പക്ഷെ എനിക്ക് ആ കൂട്ട് ഒത്തിരി ഇഷ്ടമാണ്. ആ കൂട്ട് രണ്ടാമത് ചോദിച്ചാൽ കിട്ടില്ല. അപ്പൊ നമുക്ക് ആ കൂട്ട് വീട്ടിൽ തയ്യാറാക്കി നോക്കിയാലോ? വീഡിയോയിലോട്ട് പോകാം. ഇത് കണ്ടോ, നല്ല ഫ്രഷ് പൈനാപ്പിൾ ആണ്. ഈ പൈനാപ്പിൾ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ചു വെച്ച പൈനാപ്പിൾ ജ്യൂസിനെ അതിൽ പഞ്ചസാര ഇട്ട് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതിനെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഈ ജ്യൂസ് ചൂടാവുമ്പോ ഈ പതയെല്ലാം മാറും. ഇനി നമുക്ക് ഇതിന്റെ വെള്ളം അല്പം വറ്റുന്നത് വരെ നമുക്ക് തിളപ്പിക്കാം. ഇത് കണ്ടോ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. ഇതിന് തണുക്കുമ്പോ കുറച്ചും കൂടെ നല്ല കട്ടിയാവും. കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കല്യാണ സദ്യയിലൊക്കെ ഇത് ഇത്ര ഇങ്ങനെ തരും. ഇങ്ങനെ കഴിക്കുമ്പോ തന്നെ അതങ്ങ് തീരും. ഇപ്പൊ നമുക്ക് നിറച്ചുണ്ട്. നല്ല ടേസ്റ്റ് ആണേ. നിങ്ങൾ ഇത് ട്രൈ ചെയ്യണേ. അപ്പോ ടാറ്റാ.